വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിന് പുതുയുഗം വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ദിനങ്ങളിൽ വിവാദമാകുന്നത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങളിലെ ഇടപെടലുകളാണ്. ഇന്നലെ നമ്മൾ കണ്ടത് ക്ഷേമ പെൻഷൻ വിതരണം യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിതരണം ചെയ്യുന്നതാണെങ്കിൽ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തുന്നത് ട്രാൻസ്ഫറുകളിലെ രാഷ്ട്രീയ ഇടപെടലുകളാണ്. സർക്കാർ ജീവനക്കാരുടെ കൂട്ട സ്ഥലമാറ്റത്തിന് എതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചു പ്രതിപക്ഷം. ചട്ടവിരുദ്ധമായ സ്ഥലമാറ്റമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിക്ഷിപ്ത താൽപര്യക്കാരെ അഴിച്ചുവിട്ടാൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ ദല്ലാൾമാർ വാഴുമെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. ചില സ്ഥാപിത താൽപ്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. ഈ രീതി തിരുത്തിയേ പറ്റൂ. അത് ഭരണമാറ്റത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നത് ഒരു തരത്തിലും യോജിച്ചതല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് സ്വാഭാവിക നീതി നൽകേണ്ടി വരുമെന്നായിരുന്നു മന്ത്രി സണ്ണി ജോസഫിന്റെ മറുപടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരി പുൽപ്പറ്റ യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് CPIM രംഗത്തെത്തി. 10 വർഷം സുതാര്യമായി ചെയ്ത പെൻഷൻ വിതരണം യു.ഡി.എഫ് സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ആരോപിക്കുന്നു. ഇന്നലത്തെ പെൻഷൻ വിതരണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. എന്താ പരിപാടി? പെൻഷൻ വിതരണോ? പെൻഷൻ വിതരണ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ യു.ഡി.എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? യു.ഡി.എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിലനിർത്തിയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ആള് കൊടുത്തോ? എന്താ പ്രശ്നം? എന്താ കൊടുത്തോ? ഞാൻ കൊടുക്കണ്ട അറിഞ്ഞില്ലല്ലോ. പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇന്ന് CPIM മാർച്ചും നടത്തി. അർജുൻ രാജേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഇത് സ്വാഭാവികമായും ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ്. അത് സാധാരണഗതിയിൽ നടന്നു പോകുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് ഓൺലൈനായി മാറിയിരിക്കുന്നു ഈ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ. അതോടൊപ്പം പെൻഷൻ വിതരണമൊക്കെ വീട്ടിലേക്ക് വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം ആ രീതിയിലേക്ക് മാറിയിരുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിൽ തിരിച്ചുപോക്ക് ഉണ്ടാകുന്നത്, അത് ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഇതുവരെ നേടിയ നമ്മുടെ നേട്ടങ്ങൾ ഇല്ലാതാക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. രുചീഷ്, 2017 തൊട്ടാണ് ട്രാൻസ്ഫറുകൾ അത് ഓൺലൈൻ മുഖേനയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. പിന്നീട് അത്ര വലിയ ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഇല്ലാതെ അത് നടന്നു പോവുകയും ചെയ്തു. അതിനിടയ്ക്ക് അല്ലറ ചില്ലറ പരാതികളൊക്കെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. പക്ഷേ ഈ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതിനിടയ്ക്ക് തന്നെ ഏതാണ്ട് 2000-ഓളം ട്രാൻസ്ഫർ നടന്നു ഈ സർക്കാരിന്റെ കാലത്ത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. വലിയ അസുഖങ്ങളുള്ള ക്യാൻസർ രോഗികളടക്കമുള്ള ആളുകളെ ദൂരസ്ഥലത്തേക്ക് ഒരു മടിയുമില്ലാതെ ഒരു ന്യായവുമില്ലാതെ സ്ഥലം മാറ്റി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വിമർശനം. എന്ന് മാത്രമല്ല, രുചീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ കൂടി രാഷ്ട്രീയപരമായിട്ടുള്ള നടപടികൾ മാത്രമാകുന്നു. ഭരണതലത്തിൽ നിന്ന് ഒരു പാർട്ടികൾ തീരുമാനിക്കുന്ന നിലയിലേക്കൊക്കെ ഭരണ സംവിധാനം മാറുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതായത് ഭരണാനുകൂല സംഘടനകളുടെ നിർദ്ദേശം, കത്ത്, അത് പരിഗണിച്ച്
പരിഗണിച്ചുകൊണ്ട് ആളുകളെ മറ്റൊന്നും നോക്കാതെ സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത വലിയ തോതിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നത്. പക്ഷേ അതിനെ ഭരണപക്ഷം ന്യായീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ് എന്ന് പറയുന്നു. 10 വർഷം കാത്തിരുന്നവർക്ക് ലഭിച്ച സ്വാഭാവിക നീതി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അതേസമയത്ത് ഏതെങ്കിലും ജീവനക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നുള്ള ഒരു വിശദീകരണം കൂടിയുണ്ട്. ഇക്കാര്യത്തിലൊരു ട്രൈബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി എടുത്തിട്ടുമുണ്ട്. ഒരു നിയമനവുമായി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സ്റ്റേ ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ നീക്കങ്ങളിൽ തെറ്റുണ്ടെന്ന് ട്രൈബ്യൂണലിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ട്രാൻസ്ഫറുകളെ ഏതെങ്കിലും തരത്തിൽ നിർത്തിവെക്കുന്ന സമീപനം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് UDFന്റെ നിലപാട്. അതിനോടൊപ്പം തന്നെയാണ് ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെയും കാണേണ്ടത്. അതായത് മുൻ സർക്കാരുകളുടെ കാലത്ത് അത് ഒന്നെങ്കിൽ വീട്ടിലെത്തിക്കുന്ന സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ ഈ പെൻഷൻ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ബാങ്കിൽ പോയി വാങ്ങാവുന്ന രീതി. അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിട്ടുള്ളത്. അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അധികാരത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയരുന്നത്. അതിൽ നടപടി ഉണ്ടാകും ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഏതായാലും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സഭയ്ക്കകത്തടക്കം ഇന്ന് ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. അതേസമയത്ത് ന്യായീകരിക്കുന്ന ഒരു സമീപനം UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. രുചീഷ്. ശരി അർജുൻ.